ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാവിലെ നികേഷും നിധിയും സന്തോഷത്തോടു കൂടി സംസാരിച്ച് റിസോർട്ടിലൂടെ നടക്കുകയാണ്. പിന്നാലെ സുഭാഷും സുധീഷും ഹരീഷും വരുന്നു. നിധിയും നികേഷും ചേർത്ത് നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് വിഷമത്തോടു കൂടി സുഭാഷിന്റെ ഒപ്പം നടന്നു വരികയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു, വീട്ടിലിരുന്നപ്പോൾ മനസ്സ് വല്ലാതെ മരവിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താന്നറിയില്ല, വല്ലാത്ത ഒരു സന്തോഷം. അതുകൊണ്ടായിരിക്കും ഓരോരുത്തര് ദൂരെയുള്ള സ്ഥലത്തൊക്കെ ട്രിപ്പ് പോകുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ട്രിപ്പ് എന്ന് പറഞ്ഞു പോയി എന്തിനാണ് വെറുതെ കാശ് കളയുന്നതെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് നല്ല സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു കാര്യമാണതെന്ന്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടൻ അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ സുഭാഷേട്ടനോട് പറഞ്ഞതല്ലേ ഈ ട്രിപ്പ് അവസാനിക്കുന്നതിന് മുമ്പേ ഞാനും നിധിയും ഒരുപാട് സംസാരിച്ച് കൂടുതൽ അടുക്കണമെന്ന്. വീട്ടിൽ നോക്കിയാൽ എപ്പോഴും കുടുംബമായിട്ടിരിക്കുകയാണ്. അനിയത്തി മോളെ നിധി എന്നൊക്കെ വിളിച്ച് സുഭാഷേട്ടൻ എപ്പോഴും നിധിയുടെ പിന്നാലെ നടക്കുകയാണ്. സുഭാഷേട്ടാന്ന് വിളിച്ച് നിധി സുഭാഷേട്ടന്റെ പിന്നാലെയും, ഏട്ടത്തിന്ന് വിളിച്ച് നികേഷ് നിധിയുടെ പിന്നാലെയും, നിധി നികേഷിന്റെ പിന്നാലെയും നടക്കുകയാണ്. വല്ലാത്ത ടോർച്ചറാണ് അത് കേട്ടോ. ഇവിടെ വന്നാലെങ്കിലും നിധിയുമായി കുറച്ചു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നിധിയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ എല്ലാരും പിന്നാലെ വരുന്നു. സുഭാഷ് പറയുന്നു, നികേഷിന് ടീ കുടിക്കണമെന്ന് പറഞ്ഞു, അതാ എല്ലാവരും കൂടി വന്നത്. നിങ്ങള് തനിച്ചു പോകാനായിരുന്നു തീരുമാനമെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. സുധീഷ് പറയുന്നു, നിധിയും ഞാനും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എവിടെ പോവാണെന്ന് സുഭാഷേട്ടൻ ചോദിച്ചു. അതിന് ഞാൻ നിധിയോട് സംസാരിച്ച് കൂടുതൽ അടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് സുഭാഷേട്ടനോട് പറയണമായിരുന്നു. സുഭാഷേട്ടൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ആദ്യം ആ നികേഷിനെ നിധിയുടെ അരികിൽ നിന്ന് മാറ്റ്. എപ്പോ നോക്കിയാലും ഏട്ടത്തി എന്ന് വിളിച്ച് കൂടെ നടക്കുകയാണ്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ തോന്നുകയാണ്. സുഭാഷ് പറയുന്നു, എടാ നിനക്കിപ്പോ എന്താ വേണ്ടത്? നിനക്ക് നിധിയോട് സംസാരിക്കണം. ഞാൻ നികേഷിനെ വിളിക്കാം. സുധീഷേ, നീ നിധിയോട് അനാവശ്യമായി സംസാരിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ആ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടിയാ. നമ്മളെ വിശ്വസിച്ച ഈ ട്രിപ്പിന് വന്നിരിക്കുന്നത്. നീ വെറുതെ സംസാരിച്ച് അതിനെ വിഷമിപ്പിക്കരുത്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ നിധി എന്റെ വൈഫാണ്, അതറിയാലോ. ഞാൻ അവളെ ഒന്നും ചെയ്യത്തില്ല സുഭാഷേട്ടാ. സുഭാഷേട്ടൻ ആദ്യം നികേഷിനെയും ഹരീഷിനെയും കൂട്ടി ഇവിടെ നിന്ന് പോകും. സുഭാഷ് പറയുന്നു, ശരി. എടാ നികേഷിനെ വിളിച്ച് അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, ദാ അവിടെ ഒരു കടയുണ്ട്, നീ എന്റെ കൂടെ വാ, നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. ഈ സുധീഷിനെ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറയുന്നു. നീ വാ, നമുക്ക് പോയിട്ട് വരാം. നിധി ചോദിക്കുന്നു, എന്താ സുഭാഷേട്ടാ? സുഭാഷ് പറയുന്നു, മോളെ അവിടെ ഒരു കടയുണ്ട്, ഞാൻ ഇവരെയും കൂട്ടി അവിടെ വരെ പോയിട്ട് വരാം. നിധി പറയുന്നു, സുഭാഷേട്ടാ ഞാനും നിങ്ങളുടെ കൂടെ വരാം. സുഭാഷ് പറയുന്നു, അയ്യോ മോളെ, മോൾക്കൊന്നും ആ കടയിലേക്ക് വരാൻ കൊള്ളില്ല. അതെന്ത് കടയാണെന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്ന് ബദറി സുഭാഷ് പറയുന്നു, ആ കടയില് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാ, മലയൊക്കെ കേറി പോണം. നിധി പറയുന്നു, സാരമില്ല സുഭാഷേട്ടാ, ഞാനും വരാം. ടീ കുടിക്കാനല്ലേ പോകുന്നത്? എന്നെ മാത്രം തനിച്ചിവിടെ ആക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ? ഇത് കേട്ട് സുധീഷിനെ അത് നോക്കിയിട്ട് സുഭാഷ് പറയുന്നു, ഇല്ല മോളെ, അത് മല കയറി പോകേണ്ട കടയാണ്, അങ്ങോട്ടേക്ക് ലേഡീസ് ഒന്നും വരാറില്ല. സംശയത്തോടു കൂടി നിധി ചോദിക്കുന്നു, ടീക്കടയിലേക്ക് തന്നെയല്ലേ പോകുന്നത്, അതോ വേറെന്തെങ്കിലും കുടിക്കാൻ പോവുകയാണോ? സുഭാഷ് പറയുന്നു, അങ്ങനെയുള്ള കടയിലേക്കാണെങ്കിൽ ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് പോകുമോ? നികേഷ് പറയുകയാണ്, ഏട്ടത്തി അങ്ങനെയുള്ള കടയിലേക്കൊന്നും സുഭാഷ് ഏട്ടൻ പോകാറില്ല. സുഭാഷ് പറയുന്നു, നീ വാടാ, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ നിധി പറയുകയാണ്, നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു, അതൊന്നുമില്ല മോളെ, സത്യമായിട്ടും മോക്ക് മല കയറി വരാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാണ് ഞാൻ വരണ്ടെന്ന് പറയുന്നത്. സുധീഷേ, നിധിയെ നോക്കിക്കോണേ, നിങ്ങള് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ടയേർഡ് ആകുകയാണെങ്കിൽ റൂമിലേക്ക് പോയിക്കോ. സുധീഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, നിങ്ങൾ പോയിട്ട് വാ. സുഭാഷ് നികേഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷും ഒപ്പം പോകുന്നു. നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി വാ. നിധി പറയുകയാണ്, ഞാൻ വരുന്നില്ല, ഞാൻ തിരിച്ചു റൂമിലേക്ക് പോകുക. അതെന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അവരെല്ലാവരും പോയില്ലേ? സുധീഷ് പറയുന്നു, അവര് പോയാലെന്താ, നമ്മള് ചായ കുടിക്കാനല്ലേ വന്നത്, നമുക്ക് പോയി ചായ കുടിക്കാം. കുറച്ച് മുന്നോട്ട് നടന്നാൽ കടയാകും. നിധി പറയുന്നു, ശരി വാ. തുടർന്ന് നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സുഭാഷ് പറയുകയാണ്, സുധീഷിനെ വഴക്ക് പറയുന്നു, അവനും നിധിക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല നമ്മളെന്ന്. അവര് രണ്ടുപേരും കൂടി സംസാരിക്കട്ടെ എന്ന് കരുതിയ ഞാൻ നിന്നെയും കൂട്ടി പോകുന്നത്. നികേഷ് പറയുകയാണ്, അതാണോ? സുധീഷ് ഏട്ടൻ ഏട്ടത്തിയെ വളച്ചെടുക്കാനൊന്നും പോകുന്നില്ല, ഏട്ടത്തി അങ്ങനെയൊന്നും വളയുന്ന കൂട്ടത്തിലല്ല. സുഭാഷ് പറയുന്നു, എന്ത് സംസാരമാണ് ഇത്, വളച്ചെടുക്കുക എന്നൊക്കെ? അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുമായിരിക്കും, നീ അങ്ങനെയൊന്നും സംസാരിക്കണ്ട, വാ ഇങ്ങോട്ട്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഈ സ്ഥലം? പുഞ്ചിരിച്ച നിധി പറയുകയാണ്, നന്നായിട്ടുണ്ട്. സുധീഷ് പറയുകയാണ്, എല്ലാത്തിനും നിധിയോടാണ് നന്ദി പറയേണ്ടത്. നിധിയല്ലേ ട്രിപ്പ് പോകുന്ന ഐഡിയ പറഞ്ഞത്, ഞങ്ങൾക്കാർക്കും ഇങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെയുള്ള സമയം നന്നായി എൻജോയ് ചെയ്യുക. പാവം നിധി ഞങ്ങളുടെ കൂടെ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയാം. അങ്ങനെയൊന്നും ഇല്ലാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നികേഷ് വിഷമിച്ചിരിക്കുകയാണ്, സുഭാഷ് ഏട്ടനെ ഹാപ്പി ആക്കണം, അതിനുവേണ്ടി ഒരു ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് നിധിയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പ്രധാനമായി ആലോചിച്ചത് നിധിയെ കുറിച്ചാണ്. നല്ല സൗകര്യത്തിൽ കഴിഞ്ഞിട്ട് നിധി ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഷ്ടപ്പെടുകയാണ്. ഈ ട്രിപ്പ് നിധിക്ക് മെന്റൽ റിലാക്സ്
ഫ്രണ്ട്സും ഹാപ്പി ആയിരിക്കും എന്ന് കരുതിയിട്ടാ ഈ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇവിടെ നിധിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അതൊക്കെ ചെയ്യ. ട്രക്കിങ്ങിന് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അടുത്ത ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിങ്ങിന് പോകാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നമുക്ക് പോകാം. പുഞ്ചിരിച്ച ഓക്കെ എന്ന് പറഞ്ഞ് നിധി മുന്നോട്ട് നടന്നു പോകുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ ഇത്? വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ സുധീഷ് ഒരു മരത്തിൽ നോക്കി നിൽക്കുകയാണ്. തിരിഞ്ഞു വന്ന നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ നിൽക്കുന്നത്? സുധീഷ് പറയുകയാണ്, സ്കൂൾ മെമ്മറീസ്. പണ്ട് ഞാനും ഫ്രണ്ട്സും കൂടി ഇതുപോലെ ഒരു മരത്തിന്റെ അരികിൽ നിന്ന് കളിക്കുമായിരുന്നു. ആ മരത്തിലുള്ള വള്ളി കണ്ടില്ലേ? ആര് ഒരേ ജമ്പില് ആ മരത്തിലുള്ള വള്ളിയിൽ തൊടുമെന്നുള്ള മത്സരം. ഈ മരം കണ്ടപ്പോൾ എനിക്ക് ആ ഓർമ്മയാ വന്നത്. നിധി പറയുന്നു, നമുക്ക് ഇപ്പൊ വേണമെങ്കിലും ട്രൈ ചെയ്യാലോ. സുധീഷ് പറയുന്നു, ഇപ്പോഴോ? അതെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തതല്ലേ. നിധി പറയുന്നു, അതിനെന്താ, ട്രൈ ചെയ്യ്. സുധീഷ് പറയുകയാണ്, എങ്കിൽ നിധിയും കൂടി എന്റെ ഒപ്പം ട്രൈ ചെയ്യുമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. നിധി പറയുകയാണ്, ശരി. തുടർന്ന് നിധി ഒരു വള്ളിയിൽ ചാടി പിടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കയ്യിൽ കിട്ടുന്നില്ല. സുധീഷ് പറയുന്നു, സാരമില്ല നിധി, ഞാൻ ചെയ്യാം. അത് കണ്ട് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്ക്. നിധി പിടിക്കാൻ ശ്രമിച്ച വള്ളിയുടെ മുകളിൽ മറ്റൊരു വള്ളി കണ്ടില്ലേ? അത് ഞാൻ പിടിച്ചു കാണിച്ചു തരാം. കണ്ടുതള്ളി നിധി ചോദിക്കുന്നു, അതോ? സുധീഷ് പറയുകയാണ്, നോക്കിക്കോ, ഒറ്റ ചാട്ടത്തില് ഞാൻ അത് പിടിക്കും. അങ്ങനെ സുധീഷ് എക്സസൈസ് ചെയ്യുമ്പോൾ ചിരി അടക്കി പിടിച്ചു നിൽക്കുകയാണ് നിധി. സുധീഷ് പറയുന്നു, ഒരുപാട് നാളായില്ലേ, അതുകൊണ്ടാ. അങ്ങനെ മണ്ണ് തൊട്ട് തൊഴുത് സുധീഷ് ആ വള്ളി ചാടി പിടിക്കാനായി ശ്രമിക്കുകയാണ്. ഒറ്റ ചാട്ടത്തിന് നടുപിടിച്ച് താഴെ വീഴുന്നു. എന്റെ അമ്മയെന്ന് വിളിച്ച് സുധീഷ് കരയുമ്പോൾ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് നിധി. നിധി ഒന്ന് നോക്കിയിട്ട് ചമ്പലോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. ശേഷം സുധീഷ് പറയുന്നു, നിധി ഒരുപാട് നാളായില്ലേ, ടച്ചൊക്കെ വിട്ടുപോയി. സുധീഷ് പാടുപെട്ട് എഴുന്നേൽക്കാനായി ശ്രമിക്കുമ്പോൾ നിധി പൊട്ടിച്ചിരിക്കുകയാണ്. സുധീഷ് പറയുന്നു, താഴെ വീണ് കിടക്കുകയാണ്. എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു നിധി? നിധി പറയുന്നു, സോറി സുധീഷ്, എനിക്ക് ചിരി വന്നുപോയി. സുധീഷ് പറയുന്നു, ഒന്ന് കൈ തന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചൂടെ? സോറി, വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി കൈ നീട്ടുകയാണ്. നിധിയെ തന്നെ നോക്കി വിശ്വസിക്കാനാകാതെ നിധിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് സുധീഷ്. എഴുന്നേൽക്കാൻ വയ്യാത്ത രീതിയിൽ സുധീഷ് അഭിനയിക്കുകയാണ്. നിധി പറയുന്നു, അയ്യോ ട്രൈ ചെയ്യ്, എഴുന്നേൽക്ക്. സുധീഷ് പറയുന്നു, നിധി എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ആ രണ്ട് കൈയും ഇങ്ങി തന്നെ. ശരി വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി രണ്ട് കൈയും നീട്ടുകയാണ്. പുഞ്ചിരിച്ചൊന്ന് ആലോചിച്ച് നിധിയുടെ രണ്ട് കൈയിലേക്കും പിടിച്ച് എഴുന്നേൽക്കാനാകാത്ത രീതിയിൽ ഇരിക്കുകയാണ് സുധീഷ്. ശേഷം നിധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേൽക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, സുധീഷ് ഓക്കെ ആണോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഓക്കെ നിധി. നിധി പറയുന്നു, സ്കൂളിൽ ചെയ്ത സാഹസമെല്ലാം സ്കൂളിൽ തന്നെ വിട്ടേരെ, വാ നമുക്ക് റൂമിലേക്ക് പോകാം. സുധീഷ് പറയുന്നു, നിധി കുഴപ്പമൊന്നുമില്ല, ഐ എം ഓൾ റൈറ്റ്. ഇതേ നോക്കെന്ന് പറഞ്ഞ് സുധീഷ് പതിയെ നടക്കുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, ഓക്കെ ആണോ? സുധീഷ് പറയണ്, ഇതേ നോക്ക്, ഓക്കെ ആണ്. അങ്ങനെ സുധീഷ് പതിയെ നിധിയുടെ പിന്നാലെ പോവുകയാണ്. നിധി ചിരിച്ച് സംസാരിച്ചുകൊണ്ട് സുധീഷിന്റെ ഒപ്പം മുന്നോട്ട് നടന്നു വരികയാണ്. പതിയെ പിന്നിലേക്ക് നിന്ന് വേദന സഹിക്കാനാകാതെ നടുവിലും കാലിലും ഒക്കെ പിടിക്കുകയാണ് സുധീഷ്. നിധി തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും അവരുടെ ഒപ്പം നടന്നു വരികയാണ്. ഹരീഷ് എപ്പോഴും ഫോണിൽ നോക്കുന്നത് കണ്ട് നികേഷ് ചോദിക്കുന്നു, ഹരീഷ് എന്താ എപ്പോഴും ഫോണിൽ നോക്കുന്നത്? സുധീഷ് പറയുന്നു, അതൊക്കെ ഉണ്ടടാ. ഹരീഷ് ഒരാളുടെ ഫോൺ കോളിന് വേണ്ടി രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുകയാണ്. അതാരാ സുധീഷ് ഏട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നീതു. ഹരീഷ് പറയുന്നു, അങ്ങനെയൊന്നുമില്ല. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു, ലൊക്കേഷൻ സൂപ്പർ ആയിട്ടുണ്ട്. സുഭാഷ് പറയുന്നു, അതെ മോളെ, എന്ത് ഭംഗിയായി ഈ സ്ഥലം കാണാൻ. നിധി പറയുന്നു, നിങ്ങൾ 4 പേരും ചേർന്ന് നിൽക്കുക, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു ഫോട്ടോ എടുക്കാം. ശരിയെന്ന് പറഞ്ഞ് അവര് 4 പേരും സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുകയാണ്. നിധി അവരുടെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി ആ ഫോട്ടോ എല്ലാം എനിക്ക് സെൻഡ് ചെയ്യണേ. നിധി പറയുകയാണ്, ഇനി ഫോട്ടോ ഒരുപാട് എടുക്കാനുണ്ട് നികേഷ്, എല്ലാം കൂടി ഒരുമിച്ച് സെൻഡ് ചെയ്യാം. സുഭാഷ് പറയുകയാണ്, ഫോട്ടോ എല്ലാം നന്നായിട്ടുണ്ടല്ലേ, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെയുള്ള ഫോട്ടോകളൊന്നും എടുത്തിട്ടില്ല അല്ലേ? സുധീഷ് പറയുന്നു, ശരി ശരി, ഇവിടെ നിന്ന് സമയം കളയണ്ട, അവിടെ ബോട്ടിങ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ അവർ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കാണുകയും പാർക്കിൽ പോവുകയും ഒക്കെയാണ്. തുടർന്ന് സുധീഷ് നികേഷിനോടും സുഭാഷിനോടും പറയുന്നു, ബോട്ടിൽ പോകുമ്പോൾ ഞാനും നിധിയും തനിച്ചൊരു ബോട്ടിൽ പോകണം. സുഭാഷ് പറയുകയാണ്, എടാ നിന്നെ വിശ്വസിച്ച് നിധിയെ എങ്ങനെയാ ഒരു ബോട്ടിൽ കയറ്റുക? ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്, എന്നെ വിശ്വസിച്ചെന്താ നിധിയെ വിട്ടാൽ ഞാൻ നിധി എന്തെങ്കിലും ചെയ്യുമോ? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഏട്ടത്തിയെയും സുധീഷ് ഏട്ടനെയും ഒരു ബോട്ടിൽ കയറ്റ്. സന്തോഷത്തോടു കൂടി സുധീഷ് നികേഷിനെ ചേർത്ത് പിടിക്കുമ്പോൾ നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടനും ഏട്ടത്തെയും കൂടി ഒന്നിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സുധീഷ് ഏട്ടനും ഏട്ടത്തെയും കൂടി ഒന്നിച്ചാൽ ഏട്ടത്തി വീട് വിട്ടു പോകില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഇതിനൊക്കെ സമ്മതിക്കുന്നത്. തുടർന്ന് സുഭാഷും നികേഷും സുധീഷും ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് വാങ്ങാനായി പോവുകയാണ്. ഹരീഷിനെ അരികെ വിളിച്ചിട്ട് നിധി ചോദിക്കുന്നു, നീതുവിനെ പിന്നെ കണ്ടായിരുന്നോ? ഹരീഷ് പറയുന്നു, കണ്ടു, പക്ഷേ നീതു ഇപ്പൊ എന്നോട് സംസാരിക്കുന്നില്ല. നിധി ചോദിക്കുന്നു, നീതുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഹരീഷ് പറയുകയാണ്, അവളെ സങ്കടപ്പെടുത്തിയല്ലോ എന്നൊരു വിഷമമുണ്ട്. നിധി ചോദിക്കുന്നു, നീതുവിനെ ഇഷ്ടമാണോ? നീതുവിന് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമല്ലേ? ഹരീഷ് പറയുന്നു, കടയിൽ വന്ന് നിർത്താതെ സംസാരിക്കാറുണ്ട്, ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നിധി പറയുന്നു, ഞാൻ കേട്ടല്ലോ നീതു
വീട്ടിൽ നിന്നും മടി കിട്ടിയാലും ഹരീഷിനെ കാണാൻ വരുമെന്ന്. നീതു ഹരീഷിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഹരീഷ് പറയുന്നു അങ്ങനെയൊന്നുമില്ല. നീതു കടയിൽ വരുമ്പോഴൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിലെ അവസ്ഥ നമുക്കല്ലേ അറിയൂ, അതുകൊണ്ട് ഞാൻ മറുപടി ഒന്നും പറയാറില്ല. നിധി പറയുന്നു ഹരീഷിന്റെ വീടിന്റെ അവസ്ഥ നീതുവിനും അറിയാലോ. എല്ലാം അറിഞ്ഞിട്ടും നീതു ഹരീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിക്കാവുന്നതാണ്. ഹരീഷ് പറയുന്നു അതൊന്നും എനിക്ക് അറിയില്ല ഏട്ടത്തി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ നീതുവിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. നിധി പറയുന്നു ഹരീഷ് ഇപ്പോ നീതുവിനോട് സോറി പറയാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ആ സോറി നീതു ആക്സെപ്റ്റ് ചെയ്താൽ അതോടുകൂടി വിട്ടേക്കൂ. പിന്നെന്താന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. ഹരീഷ് ചമ്മലോടുകൂടി പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. തുടർന്ന് നിധി മോളെ പോകാന്ന് പറഞ്ഞ് സുഭാഷ് അവിടേക്ക് വരുമ്പോൾ നിധി പറയുകയാണ് സുഭാഷ് ഏട്ടാ നമുക്ക് പെഡൽ ബോട്ടിൽ പോയാലോ? സുധീഷ് പറയുന്നു പോകാം. നിധിക്ക് പെഡൽ ബോട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ പെഡൽ ബോട്ടില് 2 പേർക്കേ പോകാൻ പറ്റൂ. നിധി പറയുന്നു അങ്ങനാണോ നികേഷേ, അപ്പോ നമുക്ക് 2 പേർക്കും കൂടെ പോയാലോ? സുധീഷ് ദേഷ്യത്തോടുകൂടി നികേഷിനെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നു മോളെ നികേഷിനെ പെഡൽ ബോട്ടിൽ കയറാൻ പേടിയാ. പേടിച്ച് വീഴുകയും കാണാൻ ചെയ്താൽ നീന്തൽ പോലും അറിയില്ല. നിധി പറയുന്നു അങ്ങനെയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ വാ. സുഭാഷ് പറയുകയാണ് ഞാനോ? എനിക്കും വെള്ളം പേടിയാ. എനിക്ക് നന്നായി നീന്തലൊന്നും അറിയില്ല. ഞങ്ങൾ എല്ലാവരും ആ ബോട്ടിൽ പൊയ്ക്കോടാം. നിധി പറയുന്നു ശരി സുഭാഷ് ഏട്ടാ, എങ്കിൽ പിന്നെ ഞാനും ആ ബോട്ടിൽ വരാം. സുധീഷ് പറയുന്നു അതിൽ 3 പേർക്കേ പോകാൻ പറ്റും. ഹരീഷ് സുധീഷിനെ നോക്കി തലയാട്ടുകയാണ്. സുഭാഷ് പറയുന്നു ഒരു കാര്യം ചെയ്യാം, നിധിയും സുധീഷും കൂടി പെഡൽ ബോട്ടിൽ പോകുക. അവന് പെഡൽ ബോട്ട് ഒരുപാട് ഇഷ്ടമാ. നിധി പറയുന്നു അയ്യോ ഞാനില്ല, ഞാൻ സുധീഷിന്റെ ഒപ്പം പോകില്ല. സുധീഷ് പറയുകയാണ് അതെന്താ? എന്റെ കൂടെ വന്നാൽ എന്താ? നമ്മൾ ബോട്ടിലല്ലേ പോകുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി എന്നെ ഒരു ക്രിമിനലിനെ പോലെയാണ് കാണുന്നത്. എന്റെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് എന്റെ കൂടെ വരത്തില്ല എന്ന് പറഞ്ഞ അവരെന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഇതൊന്നും ശരിയല്ല കേട്ടോ. തക്കരയിൽ നിന്നും എന്നെ വിശ്വസിച്ച് വന്നതാ നിധി. കൈകൂപ്പി നിധി പറയുന്നു ഞാൻ സുധീഷിന്റെ കൂടെ വരാം. മതിയായോ? സുഭാഷ് പറയുന്നു പോയിട്ട് വാ മോളെ, അവൻ നന്നായി നോക്കിക്കോളും. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും ഒരു ബോട്ടിൽ കയറി പോവുകയാണ്. പെഡൽ ബോട്ടിലേക്ക് കയറി കൈ നീട്ടിക്കൊണ്ട് സുധീഷ് പറയുന്നു കൈ താ നിധി. നിധി മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു നിധി കൈ താ, അല്ലെങ്കിൽ ബാലൻസ് കിട്ടത്തില്ല. സുധീഷിന്റെ കൈ പിടിച്ച് പെഡൽ ബോട്ടിലേക്ക് കയറുകയാണ് നിധി. തുടർന്ന് സുഭാഷ് ഭയത്തോടുകൂടി ബോട്ടിലിരിക്കുമ്പോൾ സുഭാഷിനെ കളിയാക്കുകയാണ് ഹരീഷും നികേഷും. പെഡൽ ബോട്ടിൽ നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. നിധി സന്തോഷത്തോടുകൂടി ചുറ്റും നോക്കുന്നു. സുധീഷ് പറയുന്നു നിധി എന്തെങ്കിലും പറ. നിധി ചോദിക്കുന്നു എന്ത് പറയാനാ? സുധീഷ് ചോദിക്കുന്നു നിധി എങ്ങനെയുണ്ട്, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നിധി ചോദിക്കണ് സുധീഷിന് ഇപ്പൊ എന്താ വേണ്ടത്? സുധീഷ് പറയുന്നു എന്ത് സംസാരിക്കണമെന്നറിയില്ല, അതാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിധി പറയുന്നു എങ്കിൽ പിന്നെ മിണ്ടാതിരുന്ന പോരെ. സുധീഷ് പറയണ അതെന്നെ കൊണ്ട് പറ്റില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധി ചുറ്റും നോക്കുകയാണ്. പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു ഈ ഡ്രസ്സ് നിധിക്ക് നന്നായി ചേരുന്നുണ്ട്. നിധി പറയുകയാണ് ഈ ഡ്രസ്സ് സുധീഷിന്റെ വീട്ടിൽ വന്നതിന് ശേഷം 4-5 തവണ ഇട്ടിട്ടുണ്ടല്ലോ. സുധീഷ് പതിയെ പറയുന്നു പോയി. അങ്ങനെ പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ് ആ 4-5 പ്രാവശ്യവും നന്നായിരുന്നു. അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ 6ാമത്തെ തവണ ഈ ഡ്രസ് ഇട്ടപ്പോൾ എനിക്ക് പറഞ്ഞൂടെ? ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഈ ചിരിയാ നിധിയുടെ സൗന്ദര്യം. ചിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാ. ദേഷ്യം വരുമ്പോൾ നിധിയുടെ മുഖം കണ്ടിട്ടുണ്ടോ? കണ്ട സഹിക്കില്ല. ദേഷ്യം വരുമ്പോൾ കണ്ണാടിയിൽ ഒന്ന് നോക്കണം. അപ്പൊ നിധിക്ക് തോന്നും എന്ത് മോശം എന്നെ കാണാനെന്ന്. പിന്നെ ഈ ജന്മത്ത് നിധിക്ക് ദേഷ്യം വരില്ല. കുറച്ച് ഓവറാണ് സുധീഷ് എന്ന് പറഞ്ഞ് നിധി ചിരിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ് ഇത് ഇങ്ങനെ ചിരിക്ക്, കാണാൻ എന്ത് ഭംഗിയാണെന്നറിയുമോ? മതി മതി എന്ന് പറഞ്ഞ് നിധി ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കുകയാണ്. സുധീഷും നിധിയും പൊട്ടിച്ചിരിച്ച് സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുന്ന നികേഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ ഹരീഷ് ഏട്ടാ അങ്ങോട്ട് നോക്കിയേ. സുധീഷ് ഏട്ടൻ ചിരിച്ചുകൊണ്ട് ഏട്ടത്തിയോട് സംസാരിക്കുന്നത്. സുധീഷ് ഏട്ടന്റെ തള്ളു കേട്ട് ഏട്ടത്തി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു നന്നായിരിക്കട്ടെ, അവര് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. സുധീഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. എന്താ നോക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അങ്ങോട്ട് നോക്കിയേ. സുഭാഷ് ഏട്ടൻ എന്ത് സന്തോഷത്തോടു കൂടിയാ സംസാരിക്കുന്നതെന്ന്. ഇങ്ങനെയൊന്നും ഞാൻ സുഭാഷ് ഏട്ടനെ കണ്ടിട്ടേ ഇല്ല. എപ്പോ നോക്കിയാലും വീട്, പാചകം, ജോലി എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. സുഭാഷ് ഏട്ടൻ ഇപ്പോൾ റിലാക്സ് ആയി ഒരു ജോലിയും ചെയ്യാതെ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നിധിയും പുഞ്ചിരിച്ച് അവരെ നോക്കുകയാണ്. തുടർന്ന് ബോട്ടിൽ കയറിയ കാര്യമൊക്കെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് എല്ലാവരും. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചന്തു. ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഹരീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. നിധിയും സുധീഷും നികേഷും സുഭാഷും ഫോട്ടോ എടുക്കാനായി പോകുന്നു. ഹരീഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വരുമ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഹരീഷിന്റെ നേരെ നടന്നു വരികയാണ് അരുൺ. അറിയാതെ അവർ ദേഹത്ത് തട്ടുകയാണ്. ഹരീഷ് പറയുന്നു സോറി ബ്രോ. അരുൺ പറയുന്നു ബ്രോ സൂക്ഷിച്ചു പോ, കണ്ണ് എവിടെ വെച്ചിട്ടാ പോകുന്നത്? സോറി പറഞ്ഞില്ലേന്ന് ഹരീഷ് പറയുമ്പോൾ അരുൺ ചോദിക്കാണ് സോറി പറഞ്ഞാൽ എല്ലാം അവസാനിക്കുമോ? മാട് പോലെ വന്നിടിക്കുക. ഹരീഷ് പറയുന്നു ബ്രോ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ഞാൻ എങ്ങനെയാണ് ഫോണിൽ സംസാരിച്ചോണ്ട് വന്നത് അതേപോലെ തന്നെയാണ് ബ്രോയും ഫോണിൽ സംസാരിച്ചോണ്ട് വന്നത്. ഞാൻ വേണമെന്ന് കരുതി നിങ്ങളെ വന്നിടിച്ചതല്ല. അരുൺ ദേഷ്യത്തോടു കൂടി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. ഫോണിൽ സംസാരിച്ചു
സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് അരുൺ. തിരിഞ്ഞു നോക്കിക്കൊണ്ട് അരുൺ മനസ്സിൽ പറയുന്നു, ഇവനെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നല്ലോ. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.